രാജ്യതലസ്ഥാനത്ത് കർഷക സമരം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ ഉറച്ച തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഡ്ജസ്റ്റ്മെന്റ് അനുനയ നീക്കങ്ങളും പാടെ പാടിയിരിക്കുകയാണ്. ഡൽഹിയിലെ കർഷക പ്രതിഷേധത്തിന്റെ പല ചിത്രങ്ങളും നാം പ്രതിദിനം കാണുന്നുണ്ടെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ച ഒരു ചിത്രമുണ്ട്. കർഷക സമരത്തിനിടെ പോലീസുകാരൻ വൃദ്ധനായ കർഷകനെ ലാത്തി കൊണ്ടടിക്കുന്ന ചിത്രം. നേരത്തെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരണം നേടിയിരുന്നു. എന്നാൽ BJP പ്രവർത്തകർ ഇത് നുണയാണെന്നും ഇദ്ദേഹത്തിന് യാഥാർത്ഥ്യത്തിൽ പോലീസിൽ നിന്ന് മർദ്ദനമേറ്റിട്ടില്ലെന്നുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP IT സെൽ തലവൻ അമിത് മാളവ്യ കർഷകനെ പോലീസ് മർദ്ദിച്ചുവെന്ന സംഭവം വ്യാജമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. കർഷകനെ പോലീസ് തല്ലുന്നതായി പുറത്തുവന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥ എന്ന പേരിൽ അമിത് മാളവ്യ ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വീഡിയോ വ്യാജമാണെന്ന് കാണിച്ച ട്വിറ്റർ ഇന്ത്യ തന്നെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കർഷക പ്രക്ഷോഭത്തിനിടെ അടികിട്ടിയ കർഷകനെ നേരിട്ട് സമീപിച്ചിരിക്കുകയാണ് ദേശീയ മാധ്യമമായ NDTV. പഞ്ചാബിലെ കപൂർതല സ്വദേശിയായ 60-കാരനായ സുഖ്ദേവ് സിംഗ് എന്ന കർഷകനാണ് ചിത്രത്തിലുള്ളത്. പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതവും പ്രയോഗിച്ചുവെന്നും അതിനു പുറമെ ലാത്തിയും പ്രയോഗിച്ചതായി സുഖ്ദേവ് സിംഗ് പറഞ്ഞു. തനിക്ക് ശരീരം മുഴുവൻ അടികിട്ടിയതായും പോലീസിന്റെ ലാത്തി ചാർജ് മൂലം കാലിനും മുതുകിനും കടുത്ത വേദനയാണെന്നും അദ്ദേഹം NDTVയോട് പറഞ്ഞു. അതിന്റെ പാടുകളും സുഖ്ദേവ് സിംഗ് കാണിച്ചു തരുന്നുമുണ്ട്. കർഷകർക്കൊപ്പം പ്രതിഷേധിക്കുമ്പോഴും തന്നെ എന്തിനാണ് തല്ലിയതെന്ന് മനസ്സിലായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിന് നേരെ കല്ലെറിയുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ഒന്നും താൻ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. തന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇവിടെ പോലീസിന്റെ മർദ്ദനമേറ്റിട്ടുണ്ട്. ഞങ്ങളിൽ 3 പേർ മരിക്കുകയും ചെയ്തു. പക്ഷേ കാർഷിക ബില്ലുകൾ കേന്ദ്രം പിൻവലിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പുറകോട്ട് പോവില്ലെന്നും അതിനുവേണ്ടി ജീവൻ വരെ നൽകുമെന്നും 60-കാരനായ സുഖ്ദേവ് സിംഗ് പറയുന്നു. അതേസമയം ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഉറച്ചു തന്നെയാണ് കർഷകർ. നേരത്തെ കേന്ദ്രമന്ത്രിമാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ സൽക്കാരത്തിന് മുന്നിൽ സർക്കാർ നൽകുന്ന ഭക്ഷണമോ ചായയോ ഞങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്നും കർഷക നേതാക്കൾ പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. കർഷകർക്ക് അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ രാജ്യവ്യാപകമായി ചരക്ക് നീക്കം സ്തംഭിപ്പിക്കുമെന്ന് ട്രക്ക് ഉടമകളുടെ സംഘടന വ്യക്തമാക്കി കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക സമരം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സമരങ്ങൾക്ക് പിന്തുണയുമേറി വരികയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.